ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് സിനിമാ നടന്മാർ രണ്ട് മുന്നണിയുടെ ബാനറിൽ ലോകസഭയിലേക്ക് മത്സരിക്കുന്നു. സുരേഷ് ഗോപിയും മുകേഷും. ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഒരു വാർത്ത പരന്നിരിക്കുന്നത്. വാർത്തയിലേക്ക് വരും മുമ്പ് ഇവരുടെ ക്വാളിറ്റി നമുക്ക് ഒന്ന് നോക്കാം. മുകേഷ് കൊല്ലംകാരനാണ്. പ്രശസ്തനായ ഒ മാധവൻ്റെ മകനാണ്. രാഷ്ട്രീയമുണ്ട്. പിന്നെ വിജയകുമാരി ചേച്ചിയുടെ മകനാണ്. അങ്ങനെ കലാകാര കുടുംബം. സുരേഷ് ഗോപിയുടെ അച്ഛൻ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമാ നിർമ്മാതാവും വിതരണക്കാരനൊക്കെ ആയിരുന്നു. ആലോചിക്കണം. അങ്ങനെ ഒരു നല്ല പാരമ്പര്യം സുരേഷ് ഗോപിക്കുമുണ്ട്. സുരേഷ് ഗോപി IAS എഴുതാൻ തീരുമാനിച്ചിട്ട് പഠനം തുടർന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആലോചിക്കണം. സിനിമാ ഭ്രാന്ത് ചെറുപ്പം മുതലേ ഉണ്ട്. മുകേഷിന് സിനിമാ ഭ്രാന്ത് ഉണ്ടായിരുന്നെങ്കിലും ഓർക്കാപ്പുറത്താണ് കേരളശബ്ദം ഗ്രൂപ്പ് നിർമ്മിച്ച സിനിമയിലെ ബലൂൺ എന്ന സിനിമയിലെ നായകനാകാൻ കഴിഞ്ഞത്. അപ്പോൾ രണ്ടുപേരുടെയും തുടക്കം കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് എന്ന് പറയുമ്പോൾ മുകേഷ് സജീവമായി രാഷ്ട്രീയത്തിൽ വന്നിരുന്നില്ല. എന്നാൽ സുരേഷ് ഗോപി ആവട്ടെ രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുണ്ടായിരുന്നു. ആദ്യകാലത്ത് വ്യക്തിത്വം നോക്കിയാണ് സുരേഷ് ഗോപി പിന്തുണ കൊടുത്തിരുന്നത്. ഒരേ സമയം കരുണാകരനും VS അച്യുതാനന്ദനും മത്സരിച്ചപ്പോൾ രണ്ട് സ്ഥലത്തും പോയി രണ്ടു പേർക്കും ഇലക്ഷൻ വർക്ക് ചെയ്ത ആളാണ് സുരേഷ് ഗോപി എന്ന് ആലോചിക്കണം. അപ്പം അതിനെക്കുറിച്ച് അന്ന് ഞാൻ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്, ഞാൻ വ്യക്തിപരമായിട്ടാണ് പ്രചരണത്തിന് പോയത്. എന്നെ സംബന്ധിച്ച് കരുണാകരൻജി ജയിക്കണം, VS അച്യുതാനന്ദൻജി ജയിക്കണം, ഈ രണ്ടുപേരും ജയിക്കണം. അപ്പോൾ ഞാൻ രണ്ടുപേരും ഒരു സ്ഥലത്ത് മത്സരിച്ചാലോ? അത് നിങ്ങളുടെ മണ്ടത്തരമായ ചോദ്യമല്ലേ. രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് മത്സരിക്കില്ല. അങ്ങനെയാണ് രണ്ട് സ്ഥലത്ത് പ്രചരണത്തിന് പോയത്. അത് കൗതുകമായ വാർത്തയായിരുന്നു എന്നൊക്കെ ആലോചിക്കണം. പിന്നീട് പലരും പറഞ്ഞു സുരേഷ് ഗോപിക്ക് ഇടതുപക്ഷത്തിലോ മറ്റോ കോൺഗ്രസ്സിലോ ഒരു സീറ്റ് കൊടുക്കുകയാണെങ്കിൽ മത്സരിച്ച് ജയിച്ച് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ആരും കൊടുത്തില്ല എന്ന് മാത്രം. എന്നാൽ ഓർക്കാപ്പുറത്ത് സുരേഷ് ഗോപിക്ക് BJPയിലേക്ക് സീറ്റ് ലഭിക്കുന്നു. അവിടെ BJPയിലെ എണ്ണം പറഞ്ഞ നമ്പർ 1 നേതാക്കന്മാരിൽ ഒരാളാകുന്നു. പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ട ആളായി മാറുന്നു. പ്രധാനമന്ത്രി എപ്പോൾ വിളിക്കാനും എപ്പോൾ കാണാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും സുരേഷ് ഗോപിക്ക് കിട്ടുന്നു. അങ്ങനെ സുരേഷ് ഗോപി, മലയാളത്തിൻ്റെ യോമനപുത്രനായ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു എന്നൊരു വാർത്ത പ്രചരിച്ചപ്പോൾ അതിനെ ചിലരിവിടുന്ന് കടവെട്ടി മാറ്റി എന്നാലോചിക്കണം. അങ്ങനെയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകാതെ പോയത്. ഇനിയും കുറേ ബാക്കിയുണ്ട്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ലോകസഭയിലേക്ക് ജയിച്ചാൽ BJPക്ക് ഭരണം കിട്ടിയാൽ തീർച്ചയായും സുരേഷ് ഗോപി മന്ത്രി ആയിരിക്കും എന്നൊക്കെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പ്രചരണം നടക്കുമ്പോഴും അവിടെ VS സുനിൽകുമാറിനെ LDFൻ്റെ VS സുനിൽകുമാറിനെ മറികടന്നുകൊണ്ട് ഒരു ജയം വേറെ ആർക്കും ഇല്ല എന്നൊരു ശക്തമായ പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഇവിടെ മുകേഷ് LDF സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലത്ത് മത്സരിക്കുന്നു. അതിൻ്റെ മുകേഷിനെതിരായിട്ട് നിലവിലുള്ള MP പ്രേമചന്ദ്രനാണ് മത്സരിക്കുന്നതായിരിക്കണം. അങ്ങനെ രണ്ട് സ്ഥലത്ത് രണ്ട് കൂട്ടർക്കും വേണ്ടപ്പെട്ട് മത്സരിക്കുമ്പോൾ ഈ സുരേഷ് ഗോപിക്ക് ഒരു കാര്യം പറയുന്നു, വലിയ കാര്യങ്ങൾ പറയും, ആത്മാർത്ഥത്തോടെയാണ് പറയുക. അതിൽ വേറെ തെറ്റായ ഒന്നും വിചാരിച്ച് പറയുന്നതല്ല. പറഞ്ഞ് കഴിയുമ്പോഴാണ്, തുറന്ന് കഴിയുമ്പോഴാണ് ചില അബദ്ധത്തിലേക്ക് വന്ന് വീഴുന്നത് എന്ന് പലരും ചൂണ്ടിക്കാണിക്കാറാണ് പതിവ്. ഇവിടെ തന്നെ വെച്ചാൽ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നു, അവിടെ സഹായങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. തുറന്നാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധമായി പോകുമെന്ന് പലപ്പോഴും വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പ്രശസ്ത എഴുത്തുകാരൻ, നടൻ, കവി ഉള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്നെ ഇതിനെതിരെ പ്രചരണം ഉണ്ടായില്ലേ? വേറൊന്നുമല്ല, കാരണം ഈ രാജാവും പ്രജയും ആ രീതിയിലേക്ക് സുരേഷ് ഗോപി രാജാവും മറ്റുള്ളവർ പ്രജയും എന്ന രീതി സംസാരിച്ചപ്പോൾ പ്രജയില്ല, ഇവിടെ സമരം ചെയ്തുകൊണ്ട് ആ പ്രജാസ്ഥാനത്ത് മാറ്റി, ഇവിടെ ജനങ്ങളാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രചരണം നടന്നു. അതിവിടെ ഏറ്റെടുത്തപ്പോൾ ഇത് സുരേഷ് ഗോപിയോട് അടുത്ത് നിൽക്കുന്ന BJPയിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ സിനിമാ സ്നേഹത്തോട് ചോദിച്ചു, അല്ല അണ്ണാ വേറൊരു കാര്യം ചോദിച്ചിട്ടെ, അപ്പോൾ അന്ന് ആ നാനാ പ്രസിദ്ധീകരണത്തിൽ വന്ന വാർത്ത ശരിയാണല്ലേ എന്ന് ചോദിച്ചു.
അപ്പം ഈ സുരേഷ് ഗോപിക്ക് പെട്ടെന്നൊന്നും മാനില്ല. സിനിമക്കാരാണ്, നാനായിട്ട് അടുപ്പമുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ആ വാർത്ത എന്താണ്, അല്ല ഈ പലരും പറഞ്ഞത് ഈ സുരേഷ് ഗോപി സുന്ദരനാണ്, യോഗ്യനാണ്, ദയാലുവാണ്, ഇതൊക്കെ ശരിയാണത്. പക്ഷെ നാവ് പിഴ വരുന്നുണ്ടല്ലോ, ബുദ്ധിക്ക് ഇത്തിരി കുറവുണ്ടോ എന്ന് സംശയം വന്നു. ആ ഒരു കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് നാനയിൽ എഴുതിയിരുന്നത്. അത് അണ്ണൻ ഓർക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചു. അപ്പോൾ അറിയാതെ സുരേഷ് ഗോപിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വന്ന് പെട്ടെന്ന് ദേഷ്യമെന്ന് പറഞ്ഞു. അതന്ന് ആ മുകേഷും ജഗതിയും കൂടി എന്നെ വെറുതെ എഴുതിണ്ടാക്കിയതാ. അതും ബോധപൂർവ്വം എഴുതിച്ചതാണെന്നങ്ങനെ. അപ്പോൾ അത് സത്യമാണോ? എങ്ങനെ സത്യമാവും? അതൊരു ഉണ്ടാക്കിയ കഥയാണ്. എന്നാൽ കഥയല്ല, അതിപ്പോൾ ശരിയായി എന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ എന്താണ് കഥ, അത് നിങ്ങൾക്കും അറിയണ്ടേ. കഥ വേറെ ഒന്നുമല്ല, അന്നിപ്പോൾ നമ്മൾ നാനയുടെ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. ശരിക്കും ഏറ്റവും പുതിയ കഥകൾ ഒരാളെക്കുറിച്ച് കഥകൾ പറയാനുണ്ടോ, ഉണ്ടായ സംഭവം എന്നല്ല, കഥകൾ ഉണ്ടാക്കണം. അങ്ങനെ കഥകൾ ഉണ്ടാക്കുമ്പോൾ ജഗതി വേറെ, ജഗതി കഥ, മുകേഷ് കഥ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കാറ്. അപ്പം ഞാനും ജഗതിയും മുകേഷും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് കൊടുത്തില്ല, ഒരു കഥ വേണമല്ലോ, ആരെ നമ്മൾ കുരിശുമേറ്റെന്ന് ചോദിച്ചു. അപ്പോൾ മുകേഷ് പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഇപ്പോഴും നമുക്ക് അടുത്തൊരു കുരിശുണ്ട്, ഈ സിനിമയിൽ അഭിനയിക്കാൻ ഒരു കുരിശ് വന്നിട്ടുണ്ടല്ലോ, എൻ്റെ കൊല്ലംകാരൻ സഹോദരൻ. ആര്? അപ്പോൾ ജഗതി പറഞ്ഞു, ആര്? നമ്മുടെ സുരേഷ് ഗോപി അല്ലാണ്ട് ആരാന്ന് പറഞ്ഞു. സുരേഷ് ഗോപി താനിപ്പോൾ മുകേഷ് പറഞ്ഞു, കഥ പിടിച്ചോ? അപ്പോൾ ജഗതിയും കൂടിച്ചേർന്നു. വേറൊന്നുമല്ല, കഥാ സംഭവം വെച്ചാൽ ഇവിടെ തൊഴിലില്ലാത്ത കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അത് നമ്മൾ തൊഴിലുണ്ടാക്കുമ്പോൾ, അതൊരു ഫാക്ടറി നടത്തുമ്പോൾ ആ ഫാക്ടറിയുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലായിരിക്കണം. മാത്രമല്ല അവർക്ക് വൻ വില കൊടുത്ത് വാങ്ങാനും പാടില്ല. അങ്ങനെ ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഈ ബിസിനസ് ആര് നടത്തും? അവിടേക്ക് അങ്ങനെയാണ് ഒരു കഥ ഉണ്ടാക്കിയത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ കഥയാണെന്നറിയാം. രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ കഥ ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് സുരേഷ് ഗോപി വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. സുരേഷ് ഗോപി വരുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ കഥയുടെ ചുരുക്കം ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു ഫാക്ടറി ഇവരുണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കണം. ആ വിശ്വസ്തൻ സുരേഷ് ഗോപിയായിരുന്നു. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപിക്ക് ഇങ്ങനെ കള്ളവും ചതിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഫാക്ടറി നടത്താൻ പറ്റിയൊരാൾ സുരേഷ് ഗോപി തന്നെ വേണം. ഇപ്പോൾ എന്താണ് അതിൽ ഉൽപ്പന്നം വേണ്ടത്? അപ്പോൾ ജഗതി പറഞ്ഞു, അതിലിപ്പോൾ തൽക്കാലം വേണ്ടത് ഈ പലർക്കിപ്പോൾ ബുദ്ധിയില്ല, ബ്രെയിൻ ഇല്ല പലർക്കും. അപ്പോൾ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്നൊരു ഫാക്ടറി, നമുക്ക് ചെറിയ കുടിൽ വ്യവസായം പോലെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്നൊരു ഫാക്ടറി ഉണ്ടാക്കാം. അതിൻ്റെ ചുമതല നമുക്ക് സുരേഷ് ഗോപി കൊടുക്കാമെന്നു. അങ്ങനെ ആ കഥയുടെ ഒരു ഭാഗം എത്തി. അപ്പോൾ ജഗതി മുകേഷ്, ഇത് ട്വിസ്റ്റ് വേറെ, ഇനി ഞാൻ പറയുന്നു. അങ്ങനെ ഫാക്ടറി ഉണ്ടായി. ജഗതി ഷൂട്ടിംഗ് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ബൈ ട്രെയിനിൽ. ട്രെയിൻ ഇങ്ങനെ കൊല്ലത്ത് എത്തുമ്പോൾ ഒരു 5:30 മണി 6 മണി ആയിക്കൊണ്ടിരിക്കുന്നു. നേരെ ഇങ്ങനെ പുറന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ പലരും അവിടെ സാധാരണ ആദ്യം കേൾക്കുക രാവിലെ എന്താ, ചായ കാപ്പി ഇങ്ങനെ കേൾക്കുക. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ ജഗതി ഇങ്ങനെ കണ്ണുപിടിച്ച് ഒരു ചായ കുടിച്ചാൽ കൊള്ളാൻ നോക്കുന്ന ഇടയിലാണ് ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ചെറുപ്പക്കാരൻ, 6 അടി പൊക്കത്തിൽ, കണ്ട യോഗ്യനാണ്, ആര് നോക്കി പോകും, ആര് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒരു ബ്രെയിൻ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ ജഗതിക്ക് ആകെ സന്തോഷമായി. രാവിലെ ബ്രെയിൻ കഴിച്ച് നല്ലതാണല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ സുരേഷ് ഗോപി ഇങ്ങനെ നടക്കുന്ന മൂവ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജഗതി. അവസാനം വിളിച്ചു, സുരേഷേ കൊണ്ടുപോകാൻ പറഞ്ഞാൽ എനിക്കിതാ സാമ്പിൾ നോക്കട്ടെ എന്ന് പറയണത്. ചേട്ടൻ രാവിലെ അല്ല, ഞാൻ നിന്നെ നോക്കിയപ്പോൾ നീ ബ്രെയിൻ വിൽക്കേണ്ടതാണ്, രാവിലെ ഒന്ന് സാമ്പിൾ നോക്കട്ടെ. ചേട്ടാ അതിനെന്താ ചേട്ടാ, ഇത് നല്ല സാധനമാണത്, നല്ല സാധനമാണ്, പൈസ അധികം വേണ്ട എന്ന് പറയണത്. അല്ല സുരേഷ്, ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ, ഇത് കഴിച്ചിട്ട് ആർക്കും ബ്രെയിനിൻ്റെ ബുദ്ധി ഉണ്ടായിട്ടുണ്ടോ? അത് ചേട്ടാ അത് കഴിച്ചോ, 5-6 കഴിക്കണ്ടേ, ഇപ്പം നമ്മൾ കഴിഞ്ഞ മാസം തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ കഴിച്ച് ജഗതി ഈ പാത്രം മേടിച്ചെല്ലാം നോക്കിയപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ സുരേഷേ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഇത് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. സുരേഷ് തന്നെ ഈ ബ്രെയിൻ ഒന്ന് കഴിച്ചു നോക്ക്, കാരണം സുരേഷിനാണ് ഇത്തിരി കുറവെന്നാണ് മുകേഷ് പറഞ്ഞേക്കെന്ന് പറഞ്ഞു കേട്ടോ. ഇതോടെ ആകെ ചൂടായി, ചേട്ടാ സാധനം ഇടുക. അങ്ങനെ തിരിച്ച് ഇത് പിടിച്ച് നടന്നു. ഇവിടെയാണ് മുകേഷ് അവതരിപ്പിച്ചത് കട. ഈ സാധനം നമ്മൾ നാനയിൽ അച്ചടിച്ച് വന്നു. നാനയിൽ അച്ചടിച്ച് വന്നതിന് ശേഷം ശരിക്കും സുരേഷ് ഗോപി വയലൻ്റായി. വയലൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ട 3 തട്ടിക്കളയും. അതായത് എന്നെയും തട്ടും, മുകേഷും തട്ടും, ജഗതിയും തട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ തട്ടുന്ന തമാശയായിട്ട് വിചാരിച്ചെങ്കിലും മുകേഷിൻ്റെ കല്യാണം വന്നപ്പോൾ സുരേഷ് ഗോപി വിളിച്ച് പോയില്ല. അത്രയും ചില കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും വികാരം കൊള്ളുന്ന ഒരു നടൻ കൂടിയാണ് സുരേഷ് ഗോപി എന്ന് ആലോചിക്കണം. ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ
ഇത് പറഞ്ഞു ഈ ആരാധകൻ ചോദിച്ചു, അല്ല ചേട്ടാ അത് ആ സാധനം നമുക്ക് എടുത്താലൊന്നുമില്ല, ഞാൻ ഈ സമയത്ത് കോടതിയിൽ പോവുകയാണെങ്കിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ തെളിവായിട്ടതുണ്ട്, അത് നാനാ ഓഫീസിൽ പോയിക്കൊണ്ട് അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി നിർത്തുകയാണത്. കൂടെ ഒരു കാര്യം, മോനെ നിങ്ങൾ ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്നത് പകരം എനിക്ക് വേണ്ടി 4 വോട്ട് കൂടുതൽ പിടിക്കാൻ നോക്കി. അവിടെ മുകേഷിൻ്റെ കാര്യം നോക്കട്ടെ, ഇവിടെ ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ. രണ്ടും നിങ്ങൾ സുഹൃത്തുക്കളാണെങ്കിലും 2 മുന്നണികളാണെന്ന്. ഒന്ന് കേന്ദ്രത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എന്നെപ്പോലുള്ളവർ മത്സരിക്കുന്നു, മറ്റത് ഒരു സീറ്റ് കൂട്ടാൻ വേണ്ടി മുകേഷ് നടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്നും സുഹൃത്തുക്കൾ തന്നെയാണ്. ഞങ്ങളുടെ ഈ ബ്രെയിനിൻ്റെ കാര്യം പറഞ്ഞ് നോക്കണ്ട, കേസ് കൊടുക്കുമ്പോൾ ഞാൻ അറിയിക്കാം, അപ്പോൾ സാക്ഷി പറയാൻ വന്നാൽ മതി.